പെരുന്നാൾ ബീഫിൻ്റെ കൂടെ കിട്ടിയ എല്ല് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങെടുത്തോട്ടോ. നമുക്ക് അടിപൊളി ഒരു എല്ലും കപ്പയും ഉണ്ടാക്കാം. മഴയത്ത് ചൂടൻ എല്ലും കപ്പയും ഒരു കട്ടൻ ചായയും കുടിച്ചാലോ. പെരുന്നാൾ കഴിയുമ്പോൾ മസ്റ്റായിട്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ എല്ലും കപ്പയും. അതിനാദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ എല്ലും കഷ്ണങ്ങൾ എടുക്കണം. പിന്നെ കുറച്ച് ഇറച്ചി ഇങ്ങനെ വലിയ പീസാക്കിയിട്ടിരിക്കുന്ന കുറച്ച് ഇറച്ചി കഷ്ണങ്ങൾ, നെയ്യുള്ള പീസുകളൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ആദ്യം അത് കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് ആവശ്യമായ മുളക് പൊടിയും, എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, പിന്നെ മീറ്റ് മസാല 1.5 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലിന് താഴെ നിൽക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കുക്കറിൽ വെച്ച് ഒരു 8-9 വിസിൽ അടിക്കുന്നത് വരെ എല്ല് വേവിക്കണം. ഈ വേവിച്ച എല്ല് ഒരിച്ചിരി വലിയ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ട് അതിലുള്ള വെള്ളം 90% നമ്മൾ വറ്റിച്ചെടുക്കണം. ഈ പാത്രത്തിലേക്ക് തന്നെ ഉപ്പിട്ട് വേവിച്ച കപ്പയും കൂടെ എല്ലിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ആ കപ്പയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരാൻ പാകത്തിന് നന്നായിട്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. കപ്പ നന്നായിട്ട് പൊടിഞ്ഞ് കുഴഞ്ഞ് വന്നാലാണ് എല്ലും കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത്ര ആയാൽ നല്ല സൂപ്പർ ടേസ്റ്റി എല്ലും കപ്പ റെഡി. ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.